ഹായ് വെൽക്കം ഓൾ. ഇനി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അത് പോസിറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചും നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചും ചോദ്യം ചോദിക്കാം. ഇതുവരെ നടന്ന 12 ഓപ്പൺ ബുക്ക് എക്സാമിനേഷനിൽ 10 ഓപ്പൺ ബുക്ക് എക്സാമിനേഷനിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത എക്സാമിനേഷനിൽ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 2022 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ചിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോറി, 5ാമത്തെ ക്വസ്റ്റ്യൻ, 5ാമത്തെ ടാസ്ക്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചറിനെ കുറിച്ച് ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി, വാട്ട് ആർ ദ നെഗറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഇൻ ദിസ് ഓർഗനൈസേഷൻ? ഇത് 25 മാർക്കിനാണ് അന്ന് ചോദ്യം ചോദിച്ചത്. 25 മാർക്കിന് മുമ്പ് ചോദ്യം ചോദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യമായിട്ടാണ് 25 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. അത് സിനാരിയോ ഇങ്ങനെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്യാം ഈസി ആൻസറിങ്ങിന് വേണ്ടിയിട്ട്. അത് എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ ഞാൻ ശേഷം പറയും. സിനാരിയോ, ഇത് ഡീറ്റെയിൽ ആയിട്ട് സിനാരിയോ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ശേഷം ആൻസറിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് ആൻസർ എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വീണ്ടും റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സിനാരിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ സിനാരിയോ വായിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഈ സിനാരിയോ വായിക്കാത്തവരാണ്, അല്ലെങ്കിൽ ഇത് കാണാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ മറിക്കുന്നുണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സിനാരിയോ വായിക്കാവുന്നതാണ്. സിനാരിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഈ വർക്ക് പ്ലേസിനെ കുറിച്ചുള്ള നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്നത് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ നിന്നാണ് എന്നായിരിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം കിട്ടും. 3ാമത്തെ എലമെന്റിലെ 1ാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവും 3ാമത്തെ എലമെന്റിലെ 2ാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചറിനെ കുറിച്ചും അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തു നിന്നായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. അവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? 3ാമത്തെ എലമെന്റിൽ കൾച്ചർ എന്താന്ന് പഠിച്ചു. കൾച്ചറിന്റെ ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ് പ്രഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൾച്ചർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 പോയിന്റ്സിന്റെ അണ്ടറിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് അറിയുന്ന നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇതും മനസ്സിലാക്കി ഈ പോയിന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ ആൻസർ ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ആൻസർ പഠിക്കുന്നതിന്റെ ലാഭം ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെ തന്നെ ആയിരിക്കും ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ സ്കെലിട്ടൺ നിങ്ങൾക്ക് അവിടെയും ഉപയോഗപ്പെടുത്താം. കാര്യം സിനാരിയോ മാറുന്നുണ്ടാവുള്ളൂ, കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും. നോക്കാം എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നുള്ളത്. ചില കാര്യങ്ങൾ സിനാരിയോയിൽ ഒരു കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ബേസിൽ നമ്മൾ ചില അസംഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. അസംഷൻ അല്ല, ചിലപ്പോൾ കൺക്ലൂഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. ഒരു കാര്യം ഇവിടെ, ലാക്ക് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അവയർനെസ്, അതിൻ്റെ ഒരു കുറവ്, അവയർനെസ്സിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു വർക്ക് പ്ലേസിലാകെ. അതൊരു നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ ആണ്. Not only the lower employees, but also the top management is unaware of workplace hazards and believe that the organization has no room for health and safety. ഇത് സിനാരിയോയിൽ പറഞ്ഞിട്ടാ. അപ്പൊ നിങ്ങളുടെ സിനാരിയോയിൽ ഇങ്ങനെ ഒരു വർക്ക് പ്ലേസ് നോളജ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് എഴുതരുത്. ബട്ട് ഈ സിനാരിയോയിൽ അത് പറയുന്നുണ്ടായിരുന്നു. ടോപ്പ് മാനേജ്മെന്റിന് പല ആളുകൾക്കും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാറ്റേഴ്സിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. മറ്റൊരു പോയിന്റ്, ടോപ്പ് മാനേജ്മെന്റ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് കുറവാണ് കാണിക്കുന്നത്. റോബസ്റ്റ് HSE പോളിസി ഈസ് നോട്ട് ഡെവലപ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് അറ്റ് ദ സൈറ്റ്. Top management is not involved in the company's day-to-day operations. They don't talk to the workers directly and don't have time to participate audits since they think that it is not their responsibility.
മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് കുറവാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആവശ്യമായ മാർക്ക് കിട്ടില്ല. ഈ മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് കുറവാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, അത് സിനാരിയോന്റെ വെളിച്ചത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു ഇവിടെ. കാര്യം അവിടെ ഒരു റോബസ്റ്റ് HSE പോളിസി ഇല്ല. അങ്ങനെ പോളിസി ഇല്ല എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നില്ല എന്നാ. മാനേജ്മെന്റ് ഡയറക്ട്ലി ഇൻവോൾവ് ആകുന്നില്ല HSE ആക്ടിവിറ്റിയിൽ, കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ലോ പ്രിയോറിറ്റി ആണ് ടുവാർഡ്സ് HSE. They focus only on meeting the sales targets, which is unreasonable. Once line manager said they don't care how sales people meet target, but they must meet them. It means they don't care about the workers' health and safety over sales. Workers who file workers' compensation claims are frequently threatened or pressured to settle out of the court. ഇത് സിനാരിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ പ്രിയോറിറ്റി കുറവാന്ന് പറഞ്ഞതിന് കാര്യം ഇതൊക്കെ തന്നെയാണ്. Ineffective safety leadership. It is visible poor leadership which is flowed down to the lower level too. If sale people couldn't meet their targets, the lane manager berate the sale people during first and second stage performance review. They are also unconcerned about enforcing the company's safety requirements. The leadership poor ആണെന്ന് കാണിക്കുന്നതാണ്. Insufficient resources. Reasonably practicable resources are not allowed for health and safety. For instance, a senior competent HSE person is not appointed and resources for training and monitoring are not allowed. Insufficient resources ആണെന്ന് സിനാരിയോയിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ സിനാരിയോയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരു കോമ്പിറ്റന്റ് HSE പേഴ്സൺ കമ്പനി ഹയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. അവിടെ എന്താണ്? സഫീഷ്യന്റ് റിസോഴ്സ് ഇല്ല. അതുകൊണ്ടാണ് സഫീഷ്യന്റ് റിസോഴ്സ് HSEക്ക് വേണ്ടി അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള കോമ്പിറ്റന്റ് പീപ്പിളിനെ ഹയർ ചെയ്യാത്തത്. കോമ്പൻസേഷൻ ക്ലൈംസ്. Multiple compensation claims have been filed against the company in the last 12 months, demonstrating the organization's poor health and safety performance. അത് മറ്റൊരു നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ ആണ്. Number of ill health cases. Sustained injuries caused by repetitive tasks while prolonged use of DSE is high. DSE means display screen equipments. അവിടെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു വർക്കേഴ്സ്. അത് റിപ്പീറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പല വർക്കേഴ്സിനും ഇഞ്ചുറീസുകൾ ഉണ്ടായിട്ടുണ്ട്. 4 victims moved so far to legal procedure for compensation claim in last 12 months. So the actual figure of the injury would be quite high. സിനാരിയോയിൽ പറയുന്നത് കഴിഞ്ഞ 12 മാസമായിട്ട് 4 വർക്കേഴ്സ് കോമ്പൻസേഷൻ ക്ലൈമിന് പോയിട്ടുണ്ട്, നമ്മുടെ വർക്കിൽ നിന്ന് പിരിഞ്ഞു പോയ പല വർക്കേഴ്സും. അപ്പോൾ ആക്ച്വൽ ഫിഗർ കൂടുതലായിരിക്കും. കോമ്പൻസേഷന് പോകാത്തവർ കുറെ ആളുകളുണ്ട്. പിന്നെ ഈ കോമ്പൻസേഷൻ ക്ലൈമിന്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർക്കർക്ക് കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർക്കർ പോകും, പിന്നെ അടുത്ത വർക്കർ പോകും, അങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. സോ ആക്ച്വലി ഇഞ്ചുറി പറ്റിയിട്ടുള്ള, ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഈ റിപ്പീറ്റീവ് ആക്ഷൻ കാരണം മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ പറ്റിയിട്ടുള്ള വർക്കേഴ്സ് വളരെ കൂടുതലായിരിക്കും. ഇൻഅഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. Workplace hazards, risks, and control measures are not communicated to the employees. They are unaware of the scope of health and safety in their workplace. ഈ വർക്ക് പ്ലേസിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇവര് ചില വർക്കേഴ്സ് ഒന്നും അവരുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നാണ് ചിന്തിച്ചത്. കാര്യം ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഇൻഫർമേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ബ്ലെയിം കൾച്ചർ ഈസ് പ്രസന്റ്. എംപ്ലോയീസ് ആർ ബ്ലെയിംഡ് ഫോർ ഫോളിംഗ് ടു മീറ്റിംഗ് unrealistic goals and that are compelled to resign the job. Salespeople are afraid to approach lane manager in case of any issue since they could blame the workers. Lack of cooperation. Top management doesn't take part of HSE activity like internal audit. Health and safety committee is not developed with regular safety meetings. Unrealistic targets and job stress. Even after the pandemic hit the entire world, the company had not revised their sales targets. Scenario പറയുന്നതാണ്. This affect their mental well-being. Okay, mental well-being. Seriously, it leads to leave the company owing to work stress. അങ്ങനെ അത് വർക്ക് സ്ട്രെസ്സിന് കാരണമാകുന്നു. അത് നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ ആണ്. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്.
Workers are not given induction training, training on reporting accident, hazard identification, or ergonomics training, etc. ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് വർക്കേഴ്സിന് കൊടുത്തിട്ടില്ല. നോ വർക്കർ കൺസൾട്ടേഷൻ. The workers' opinion are not taken into the account in any decision making during the risk assessment. There was no worker participation. Workers' grievances are also ignored. വർക്കേഴ്സ് കൺസൾട്ടേഷനുള്ള ഒരു അറേഞ്ച്മെന്റും നമ്മുടെ വർക്ക് പ്ലേസിൽ കൊടുത്തിട്ടില്ല. കൺസൾട്ടേഷൻ വേറെ, കമ്മ്യൂണിക്കേഷൻ വേറെ. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ രണ്ടും നമ്മുടെ വർക്ക് പ്ലേസ് ഇല്ല. ദെൻ മെനി കംപ്ലൈൻറ്റ്സ് ഫ്രം ദ വർക്കേഴ്സ്. Employees' complaints regarding unrealistic job goals go unheard by management. This management apathy is seen various occasions when workers raise a complaint against the company. Lack of active monitoring. Health and safety performance are not monitoring actively by various techniques, by like safety tour, safety inspection, safety sampling, safety survey, etc. Bad work practices. An ex-employee went to the newspaper to highlight it. The workload, negative peer group pressure, terrible dealing, and negative culture are seen in the company. ഒരു ബാഡ് വർക്ക് പ്രാക്ടീസ് ആണ് വർക്ക് പ്ലേസിലുള്ളത്. ബാഡ് റെപ്യൂട്ടേഷൻ. എ ഫോമർ എംപ്ലോയി ഹാഡ് ടേക്കൺ ബാഡ് വർക്ക് പ്രാക്ടീസസ് ടു സോഷ്യൽ മീഡിയ ടു ഷെയർ ദെയർ സ്റ്റോറീസ് ആൻഡ് പബ്ലിസൈസ്ഡ് ദെയർ മിസ്ട്രീറ്റ്മെന്റ് ഇൻ ന്യൂസ് പേപ്പർ. അപ്പോൾ ഒരു ബാഡ് കമ്പനി ഇമേജും ഉണ്ടായിട്ടുണ്ട്. അത് നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ ആണ്. ഹൈ സ്റ്റാഫ് ടേൺ ഓവർ ആൻഡ് ആബ്സെന്റീസം. എംപ്ലോയീസ് ആർ ഈദർ കമ്പൽഡ് ടു റിസൈൻ ഡ്യൂറിംഗ് പെർഫോമൻസ് റിവ്യൂസ് ഓർ ആർ fired, resulting in high level of staff turnover. Poor welfare provision and well-being. Workers are not permitted to take sick leave unless they are in death bed. അത് സിനാരിയോയിൽ പറയുന്നതാണ്. അത് ഒരു നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ ആണ്. Insufficient risk assessment. There are various unrecognized hazards in the workplace such as electrical hazard, display screen equipment hazard, ergonomic hazard. Risk assessment are not reviewing as it requires. No accident reporting arrangement. There is no system in place for reporting accidents or hazard to the top level management. Negative culture indicator ആണ്. Lack of training. There are no records of health and safety training available at the company. Okay, already training world പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. So no record for training എന്നാക്കുക point. Okay, repetition വരുന്നത് ഒഴിവാക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ 25 പോയിന്റ് എഴുതേണ്ടതുണ്ട്. 25 പോയിന്റ് എഴുതുമ്പോൾ 25 കൺസൈസ് പോയിന്റുകളായിരിക്കണം, റെലവന്റ് പോയിന്റുകളായിരിക്കണം. അപ്പോൾ ഒരു എന്താ പറയാ, നമ്മൾ ഒരു കുറച്ചൊരു ലോജിക് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ട്രെയിനിങ് നടത്തിയിട്ടില്ല, ട്രെയിനിങ്ങിന്റെ റെക്കോർഡും ഇല്ല, അത് 2 പോയിന്റ് ആക്കി പറയാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ചോദിച്ചോളൂ. ഇപ്പോ പൊതുവെ നമ്മളിപ്പോ നെഗറ്റീവ് കൾച്ചർ പറയുമ്പോൾ എന്തായാലും നെഗറ്റീവ് കൾച്ചറാണ് ആ സിനാരിയോയില് കൂടുതലായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ എന്തായാലും മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് പൂറായിരിക്കില്ല. അത് നമുക്ക് എഴുതാൻ പറ്റുമോ? യെസ്, പറ്റും. ഗുഡ്, നല്ലൊരു അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്തെടുക്കാം. യെസ്, ഗുഡ്. അതായത് ഇപ്പൊ നെഗറ്റീവ് പോയിന്റ് കുറവായിരിക്കുമല്ലോ. അതെ, നെഗറ്റീവ് കൾച്ചറിനെ കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ റിസോഴ്സസ് കൊടുത്തത് കുറവായിരിക്കും, പ്രിയോറിറ്റി കൊടുത്തത് കുറവായിരിക്കും, കമ്മിറ്റ്മെന്റ് കുറവായിരിക്കും, ലീഡർഷിപ്പ് കുറവായിരിക്കും. പക്ഷെ ഇത് വെറുതെ എഴുതി മതിയാവില്ല. ഈ 4 പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം? ആർഗ്യൂ ചെയ്യണം. സിനാരിയോയിൽ നിന്ന് കണ്ടന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ പോയിന്റിന് സപ്പോർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ കമ്മിറ്റ്മെന്റ് കുറഞ്ഞാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഞാൻ റിസോഴ്സസ് കുറവാണ് കൊടുത്തെന്ന് പറഞ്ഞെന്ന് സിനാരിയോന്ന് പോയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യണം. ക്ലിയർ? ദെൻ ട്രെയിനിങ്. ഓക്കെ, അപ്പൊ റെക്കോർഡ് ഇല്ല, അത് മറ്റൊരു നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ. പുവർ കോർഡിനേഷൻ ആണ്. വർക്കേഴ്സ് ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ HSC related activities. No reviews. Okay, the most recent risk assessment was completed 5 years ago. Many things haven't happened since then. The company relocated, the pandemic affected, but the risk assessment was never reviewed. Lack of worker input towards decision making. Workers are not given in the opportunity to speak directly to the directors about their problems. Poor safety documentation. There are no records for worker complaints, investigative reports, health records, or any such information are not available. Worker complaints about the work practices. Workers have been complaining about the unreasonable sales. Some people have even gone to the media to complain about it. Negative peer group pressure. There is a
top-down bad leadership and a negative attitude towards safety with the MD and the line manager being unconcerned about worker safety, non-compliance with regulations, safety regulation. The fulfillment of commercial target is more important to the MD, directors or line manager. They are unconcerned about how the personnel attain the goals. അപ്പോൾ നമുക്കത് എന്തിനു ആക്കി പറയാം, ലീഗൽ കംപ്ലയൻസുകൾ കുറവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ് ഉപയോഗപ്പെടുത്താം. ഏതായാലും 25 മാർക്കിന് ഏറ്റവും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നല്ലത് ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതുന്നതാണ്. ഒരു 27-28 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. 10 മാർക്കിനാണെങ്കിൽ ഒരു 12 ബുള്ളറ്റിൻ പോയിന്റ്സ്, 15 മാർക്കിനാണെങ്കിൽ ഒരു 17 ബുള്ളറ്റിൻ പോയിന്റ്സ്, 25 മാർക്കിനാണെങ്കിൽ അതുപോലെ ഒരു 27 ബുള്ളറ്റിൻ പോയിന്റ്സ് എഴുതാം. പിന്നെ ഇത് എഴുതി വരുമ്പോൾ ഒരു കാണാൻ ഒരു വൃത്തി വേണം. അത് ഒരു എക്സാമിനേഴ്സിന്റെ ജോബ് ഈസി ആക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു പോയിന്റ് എഴുതി, അപ്പോൾ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് നമ്പർ ഇടാം, അല്ലെങ്കിൽ ബുള്ളറ്റിൻ പോയിന്റ്സ് ഇടാം. അതായത് എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, നമ്പർ ഇട്ടാൽ അത് പ്രശ്നമാണോ? ഒരു പ്രശ്നമില്ല. നമ്പർ ഇടാം, അല്ലെങ്കിൽ സ്റ്റാർ ഇടാം, എന്തും നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. നമ്പർ ഇട്ടു, ശേഷം ഒരു പോയിന്റ് എഴുതി, നമ്മുടെ സ്ട്രൈക്കിംഗ് പോയിന്റ് എഴുതി, അത് ബോൾഡ് ആക്കി വെച്ചു. അപ്പൊ അത് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് എഴുതുന്നതിന് മുമ്പ് ഒരു ലൈൻ സ്പേസ് ഇട്ട് വിടും, സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ കാണാൻ നല്ല വൃത്തി ഉണ്ടായിരിക്കും. ഇങ്ങനെ നല്ലൊരു കാണാൻ വൃത്തി കൂടെ നിങ്ങളുടെ ആൻസർ പേപ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഏത് എക്സാമാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്, ആ എക്സാമിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ പ്ലാജരിസം വരാത്ത രൂപത്തിൽ നിങ്ങൾ ആൻസർ എഴുതുകയും വേണം.